എന്തെല്ലാം ചെയ്താലൊന്നും മദ്യപിക്കാം. ആലപ്പുഴ മാമൂട്ടിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ കണ്ടു നോക്കൂ. മദ്യപിക്കാത്തവർക്ക് മദ്യപന്മാരെല്ലാം കുടിച്ചു സുഖിച്ച് നടക്കുന്നവരാണ്. പക്ഷേ ഇവരുടെ കഥ കണ്ടു കഴിയുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലാകും ഒന്ന് മദ്യപിക്കാനുള്ള ബുദ്ധിമുട്ട്. സംഗതി ഇങ്ങനെ: അടച്ചുപൂട്ടിയ മാമൂട്ടിലെ വിദേശ മദ്യഷാപ്പിൽ നിന്നും മദ്യം തിരികെ എടുക്കാൻ എത്തിയതായിരുന്നു ഉദ്യോഗസ്ഥർ. പക്ഷേ അപ്രതീക്ഷിതമായി അവർക്ക് ചില സമരഭടന്മാരെ നേരിടേണ്ടി വന്നു. ഷാപ്പ് തുറന്നു പ്രവർത്തിക്കുകയാണെന്ന് വിചാരിച്ച് നാട്ടിലുള്ള സകല മദ്യപന്മാരും ഓടിക്കൂടി. രാവിലെ തന്നെ ഒന്ന് മിനുങ്ങാൻ എത്തിയപ്പോഴാണ് ആ കൊടും ചതിയുടെ കഥ അവരറിയുന്നത്. പിന്നെ ഒട്ടും അമാന്തിച്ചില്ല. മദ്യം കയറ്റാനെത്തിയ ലോറിക്ക് മുന്നിൽ കിടന്ന ആത്മഹത്യാ ഭീഷണി മുഴക്കി. കൂട്ടത്തിൽ ലാലിച്ചനും പുഷ്കരനും അസംഘടിത മേഖലയിലെ വർഗബോധമുള്ള നേതാക്കന്മാരായി മാറി. ഇവിടെ ഒരു ചെറിയ ക്വാർട്ടറിന് പോകണമെങ്കിൽ 40 രൂപ രക്ഷാക്കൂലി വരെ കൊടുക്കണം. അങ്ങനെ നടന്ന് മുല്ലയ്ക്ക് ചെന്ന് കഴിഞ്ഞാലോ റോഡറമ്പിൽ പോലീസുകാരുടെ അവിടുന്ന് എണീച്ച് ഇങ്ങനെയുള്ള ത്യാഗങ്ങൾ സഹിച്ചാണ് ഞങ്ങൾ ഈ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഈ സ്ഥാപനം ഇവിടെ വന്നാൽ ഈ മതിൽക്കെട്ടിനകത്ത് യാതൊരു ശല്യവുമില്ല. ഞങ്ങൾക്ക് സ്വൈര്യമായി നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാവുന്ന ഒരു സ്ഥാപനമാണിത്. ഇത് ഒരിക്കലും അടയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഇത് അടയ്ക്കാൻ അനുവദിക്കത്തില്ല ഞങ്ങൾ. ഒടുവിൽ ബിവറേജ് കോർപ്പറേഷൻ MD ഉൾപ്പെടെയുള്ളവർ പ്രശ്നത്തിൽ ഇടപെട്ടു. തൽക്കാലം വിൽപ്പനശാല അവിടെ നിന്നും മാറ്റേണ്ടതില്ലെന്ന തീരുമാനവുമായി. കുടിച്ചു ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറായ നേതാക്കന്മാരുടെ സമരം സോഡ നൽകിയാണ് അണികൾ അവസാനിപ്പിച്ചത്. കുടിയന്മാരുടെ കണ്ണീര് കാണാൻ ആരുമില്ലെന്ന പരാതി ഇനി ആർക്കും വേണ്ട. ഏറ്റെടുത്ത ആദ്യ സമരം തന്നെ വിജയിപ്പിച്ച ലാലിച്ചനും പുഷ്കരനും ആലപ്പുഴയുടെ മണ്ണിലുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.